ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ ഇന്ന് ഒരവധി ദിവസമായതുകൊണ്ട് ഒരു യാത്ര പോയത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ ചില സ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ച് തിരികെ വരുമ്പോൾ ഒരു ക്ഷേത്രം കാണുവാനിട വന്നു. അതിമനോഹരമായ ഒരു ക്ഷേത്രം, ആലുങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും അതിൻ്റെ മനോഹാരിതയും ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. വണ്ടി സൈഡാക്കിയതിനു ശേഷം ഞങ്ങൾ ആ ക്ഷേത്രത്തെ ഒന്ന് കവർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഭാര്യയും ഞാനും ആ ക്ഷേത്രത്തെ ചുറ്റി സഞ്ചരിച്ച് അതിൻ്റെ ഓരോ വശങ്ങളും അതിൻ്റെ ഓരോ രൂപഭംഗിയും പകർത്തുകയാണ്. ഭദ്രകാളി ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ രൂപപ്പെടുന്ന ചില ഭദ്രകാളി വേഷങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിലൂടെ മിന്നിത്തെളിഞ്ഞു. കാരണം ഓരോരുത്തരും ഓരോ അവസരങ്ങളിൽ പല രൂപങ്ങളിലുള്ള ദൈവങ്ങളായി മാറാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൽ ഭദ്രകാളിയാകുന്നത് കൂടുതലും കുടുംബത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഭദ്രകാളി വാഴുന്നത് എന്നൊക്കെ എൻ്റെ ഭാഷയിൽ ഞാൻ അവിടെ നിന്ന് ഊഹിക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തെ നിന്ദിക്കുകയല്ല. ക്ഷേത്രങ്ങൾ എനിക്ക് ജീവസുറ്റ ഒരു കാഴ്ചകളാണ്. ഒരുപാട് ഉന്മേഷവും ഉത്തേജനവും നൽകുന്നതാണ് ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും. കേരളത്തിൻ്റെ പൈതൃകവും അങ്ങനെ തന്നെയാണല്ലോ. HMY സഭ കൊട്ടുവള്ളിക്കാട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ആലുങ്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രമെന്ന് പറയുമ്പോഴും ഈ സഭയുടെ കീഴിലാണ് ഈ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ട്രസ്റ്റാണ് എന്നാണ് എൻ്റെ സങ്കല്പം. എന്തായാലും വിശദമായ ഒരു പഠനത്തിന് ഞാൻ മുതിർന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും ക്ഷേത്രത്തിൻ്റെ ആ വിശാലമായ തിരുമുറ്റങ്ങളും ആൽത്തറയും ഒക്കെ വല്ലാതെ ആകർഷിച്ചതുകൊണ്ട് യാത്രാമധ്യേ ഇടങ്ങി അവിടെ ഒന്ന് ഇറങ്ങി വിശാലമായ തിരുമുറ്റവും ക്ഷേത്രവും ഞങ്ങൾ ക്യാമറക്കുള്ളിലാക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. തന്നെയുമല്ല, ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ